കാന്തപുരം നടത്തിയിരിക്കുന്ന കേരള യാത്രയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ സമ്മേളനം വെക്കുക, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം വെക്കുക. എന്നിട്ട് ആ സംസ്ഥാന സമ്മേളനത്തിൽ എത്ര ആളുകൾ ഈ ചേളാരിയുടെ സമ്മേളനം അതേ ദിവസവും വെക്കട്ടെ, അതിൽ ചേളാരികളുടെ ഗ്രൗണ്ടിൽ എത്ര ആളുകൾ പങ്കെടുക്കും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ടെങ്കിൽ, കണ്ണൂർ ജില്ലയിൽ ചേളാരികളുടെ സമ്മേളനം നടക്കട്ടെ. ആ സമ്മേളനത്തിന്റെ ഗ്രൗണ്ട് ശൂന്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഒരൊറ്റ ദിവസം കേരളത്തിൽ നിങ്ങൾ സമ്മേളനങ്ങൾ വെക്കാൻ തയ്യാറുണ്ടോ? മുസ്ലിം ലീഗിന്റെ എന്നല്ല, കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സമ്മേളനം വെക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം വെക്കട്ടെ, അന്ന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം വെക്കട്ടെ, അന്ന് തന്നെ മുസ്ലിം ലീഗിന്റെ സമ്മേളനം വെക്കട്ടെ, അന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമ്മേളനം വെക്കട്ടെ, അന്ന് തന്നെ ചേളാരികളുടെ സമ്മേളനം വെക്കട്ടെ, അന്ന് തന്നെ കാരന്തൂരിൽ സുന്നികളുടെ സമ്മേളനം വെക്കട്ടെ. എന്നാൽ കാരന്തൂരിന്റെ മണ്ണിലേക്ക് ഒഴുകിപ്പോകുന്ന സുന്നി പ്രവാഹത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ ഇവിടുത്തെ ഒരൊറ്റ രാഷ്ട്രീയക്കാർ വിചാരിച്ചാലും കഴിയില്ല, ഏത് ചേളാരികൾ വിളിച്ചാലും കഴിയില്ല, അവർക്കൊന്നും ഇതുകൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതാണ് കാന്തപുരത്തിന്റെ സംഘടനാ സംവിധാനം. ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട, കാന്തപുരത്തിന് നിലനിൽക്കണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ മുന്നിൽ പിച്ചച്ചട്ടിയുമായിട്ട് പോകണമെന്ന് ഞങ്ങൾക്കൊന്നും അത് തോന്നുന്നില്ല, ഞങ്ങളൊന്നും അത് വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിലുള്ള എല്ലാ സംഘടനയെക്കുറിച്ചും, എല്ലാ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും, എല്ലാ സംഘടനയുടെ മൂവ്മെന്റിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ള ആളാണ് ഞാൻ. എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്കങ്ങനെ അഭിപ്രായമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കും അത് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആയിരുന്നു കടൽപ്പതിന് ഇനി വലിയ അതിർത്തി വന്നു. ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്. ചിലര് കൈയാവും, അതിൽ എന്റെ കൂടെ ഉണ്ടാവും, അല്ലാത്തവർ എന്നെ കരുതിയില്ല. എന്ത്